കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഇല്ല റിപ്ലൈ അല്ല പക്ഷെ ഞാൻ മൈത്രേനെ ഞാനും കൂടെ ചിലപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോഴായിരുന്നു ഈ കത്ത് വെച്ചാൽ എന്താ മാറ്റേണ്ടത്, പിന്നെ ഞാൻ വേറെ ജെൻഡറിലുള്ള ഒരാളായിരുന്നു എന്തായിരിക്കും എഴുതേണ്ടത്, അങ്ങനെ ചുമ്മാ നമ്മൾ സംസാരിക്കാറുണ്ട്. എന്താ വേണ്ടത്, ഇതൊന്നും ശരിയായിരുന്നില്ല, ഇത് ഈ പാക്ക് നമുക്ക് അറിയില്ലായിരുന്നു, അങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. എന്താ വിഷമം? അല്ല ചോദിച്ചത് എന്താ വെച്ചാല് നമുക്ക് ഇപ്പൊ ഒന്ന് അദ്ദേഹത്തിന് ഒന്ന് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ഓക്കെ ആണെങ്കിൽ കേട്ടോ, ഇപ്പോഴോ ആ ഫോണിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ലൈവിൽ സംസാരിക്കുന്ന പോലെ അല്ല വിളിച്ചാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിനും പ്രശ്നമില്ലെങ്കിൽ ഇത്രയുടെ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. നമ്മുടെ ചാനൽ ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ മൈത്രയാ, ഇവിടെ ഇല്ല എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. മൈത്രേനും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നോട് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മൈത്രേനെ ഒന്ന് വിളിക്കാവോ, എന്തിനാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അവർക്ക് വെറുതെ മൈത്രേന്റെ സൗണ്ട് ഇന്റർവ്യൂവിൽ കൂടെ കേൾക്കാറുണ്ട് അതുകൊണ്ട് മൈത്രേന്റെ സ്പീക്കറിലാണ് കേട്ടോ. ഹലോ നമസ്കാരം, എന്റെ പേര് സൗമ്യ. മൈത്രയാ ഇന്റർവ്യൂ ചെയ്യാൻ കുട്ടിയാണ്. ഹായ്, ഞാൻ സൗമ്യ. ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പം കനിയോട് എപ്പോഴും അപ്ബ്രിങ്ങിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മളപ്പോ ലെറ്ററിന്റെ കാര്യം, 18 വയസ്സിൽ എഴുതിയ ലെറ്ററിനെ പറ്റിയിട്ടും താങ്കൾ പറഞ്ഞു കൊടുത്ത കോൺസെപ്റ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതിനൊരു റിപ്ലൈ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച കൂട്ടത്തിലാണ് ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞത് കേട്ടോ. സോറി, മൈത്രൻ അവിടെ തിരക്കിലാണോ? അല്ല റിപ്ലൈ ഒന്നും ഞാൻ തന്നിട്ടില്ല. ഞാനും നമ്മൾ നമ്മളിങ്ങനെ ഇത് ഇപ്പോഴാണെങ്കിൽ എങ്ങനെയായിരുന്നു എഴുതിയാൽ ബെറ്റർ അങ്ങനെയൊക്കെയല്ലേ സംസാരിച്ചിട്ടുള്ളത്. വേറെ അതെ അതെ അതെ. സാധാരണ അച്ഛന്മാര് നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നു, നമ്മള് ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു വഴക്കുകൂടലാണ് ഞങ്ങളുടെയൊക്കെ ടീനേജ് കാലം പോയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ തമ്മിൽ ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ ഐഡിയോളജീസിൽ ഡിഫറൻസ് ഉണ്ടായിട്ട് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. ഓ എപ്പോഴുണ്ട്. അയ്യോ അത് ഞാൻ വിശദമായിട്ട് ഞാൻ തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതെ 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 ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഞാൻ നല്ലപോലെ വഴക്കിടാറുണ്ട് മൈത്രനോട്. വഴക്കൊക്കെ ഇട്ട് ഞാൻ ഇനി കുറെ നാളത്തേക്ക് എന്നോട് മിണ്ടരുത്. എത്രയൊക്കെ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാലും വളരെയധികം ഫാമിലി ആയിട്ട് ഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് അല്ലെ, കുഞ്ഞിലേ മുതൽ അച്ഛന്റെ കൈ തൂങ്ങി ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന കുട്ടിയാണല്ലേ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ? കയ്യിലൊന്നും തൂങ്ങി നടക്കാറില്ല, കൂടെ നടക്കുക. അത്രക്കില്ല. അത്രക്ക് അങ്ങനെ അന്നത്തെ പോലെ അന്നൊക്കെ വെച്ച് എനിക്ക് മൈത്രനെ വെച്ചിട്ടോട്ടെ, അപ്പൊ അവൻ കഴിക്കല്ലേ. ഞാൻ ബാക്കി ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ തന്നെ ഞാൻ ചോദിച്ചോളാം കേട്ടോ സാർ. താങ്ക് യു. നാളെ കാണാം. എനിക്ക് കഴിച്ചോണ്ടിരിക്കാൻ പാവം ഞങ്ങളൊന്ന് ശല്യപ്പെടുത്തി. എന്നാലും സന്തോഷം. അച്ഛന്റെ കൈ തൂങ്ങി എന്നുള്ള ലിറ്ററലി എടുക്കണ്ട, പക്ഷെ ഇമോഷണലി അടുപ്പുണ്ടെങ്കിലും എനിക്കൊരു ഇമോഷണലി അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അടുപ്പമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയല്ല ഇപ്പോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അടുപ്പമുണ്ട്, ഉറപ്പായിട്ടും അടുപ്പമുണ്ട്. പക്ഷെ പണ്ട് എനിക്ക് ജയശ്രീ ചേച്ചിയെ കാണാതിരുന്ന അത്രയും കുഴപ്പമില്ല. കാരണം ജയശ്രീ ചേച്ചി ആണ് ജോലി ശരിക്കും എടുക്കുന്ന ആള്. വീട്ടില് ആള് പോണം, ഡോക്ടറാണ് പോകുന്നത്. അതെ, ബ്രെഡ് വിന്നർ ചേച്ചിയാണ്. മൈത്രനാണ് എന്നെ നോക്കാൻ നിൽക്കുന്നതും. ജയശ്രീ ജോലി എടുത്തിട്ട് നമുക്ക് ജീവിക്കാനുള്ള വരുമാനം കൊണ്ടുവരുന്നത് ജയശ്രീയും. അങ്ങനെ തന്നെയായിരുന്നു. അപ്പം മൈത്രേനോട് സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്ന, മറ്റേത് കുട്ടികൾക്ക് അമ്മമാരോടുള്ള പോലെ എനിക്ക് മൈത്രേനോടാണ് അത് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ജയശ്രീയുടെ അമ്മയും ഇവർ രണ്ടുപേരുമാണ് എനിക്ക് കൂടുതൽ അടുപ്പം. ജയശ്രീ ഇങ്ങനെ ഇടയ്ക്ക് കണ്ടില്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വലുതായിട്ടാണ് ജയശ്രീയോട് എനിക്ക് ആ കൂടുതൽ അടുപ്പം വരണം. കൂടുതൽ സംസാരിച്ചിട്ടും ഒക്കെ നമുക്കൊന്ന് പെൺകുട്ടികൾ അമ്മമാരോട് വേറൊരു ഏജിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അവരെന്താ നമുക്ക് മനസ്സിലാവുന്നത്. mid-20s ഒക്കെ ആവുമ്പോഴാണ് തോന്നുന്നത്. എനിക്ക് ഇത്രയും അടിപൊളി ഒരു സ്ത്രീയാണുള്ളവരെന്ന് അങ്ങനെ ആ ഒരു സമയത്താണ് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞ ആ ഒരു കാണാതിരിക്കാനേ പറ്റില്ല. അങ്ങനെ എനിക്ക് കാണാതിരിക്കാൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്റെ അമ്മൂമ്മയും മൈത്രേനും.
അവരും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാണാതിരിക്കുന്നത് എനിക്ക് അറിയൂല്ലായിരുന്നു. ഒരു 10-18 വയസ്സ് വരെ മൈത്രൻ എന്നും ഉണ്ട് വീട്ടിലെപ്പോഴും. നമുക്ക് സ്കൂളിൽ പോകുന്ന മുടി കെട്ടുന്ന മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. പക്ഷെ ആ ഒരു വലുതാവുമ്പോൾ പൊതുവെ കുട്ടികൾക്ക് പുറത്തു പോയി പഠിക്കാനൊക്കെ ആണല്ലോ, സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനാണല്ലോ പലപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോ എനിക്ക് പക്ഷെ അങ്ങനല്ലായിരുന്നു. കാരണം എന്റെ വീട്ടിലായിരുന്നു എല്ലാ അടിപൊളി. അത് പുറത്തു പോകുമ്പോഴാണ് എനിക്ക് റെസ്ട്രിക്ഷൻ തോന്നുന്നത്. പുറത്തുള്ള ആളുകളാണെങ്കിൽ നമ്മളെ അങ്ങനെ ഇങ്ങനെ, അപ്പൊ വീട്ടിലിരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യം ഉള്ള സ്ഥലം, അതിലും വലിയ സ്വാതന്ത്ര്യം വേറെ എവിടെ ഇല്ല. അപ്പൊ എനിക്ക് പോകണ്ട. എനിക്ക് പുറത്ത് കോളേജിലൊക്കെ കൂടെ പഠിക്കുന്ന പയ്യന്മാരൊക്കെ എന്റെ അച്ഛനേക്കാളും കൺസർവേറ്റീവ് ആണ്. എന്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ മൈത്രേനേക്കാളും ഒക്കെ അങ്ങ് ഏതോ ഒരു 500 വയസ്സുള്ള അപ്പൂപ്പൻ പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എനിക്ക് എന്റെ കൂടെയുള്ള ചെറുക്കന്മാരെ ഒന്നും ഒട്ടും ഇഷ്ടമാകുന്നില്ല. ഉടുപ്പ് നേരിടുക, നല്ലതിനാണ് പറയുന്നൊക്കെ പറഞ്ഞു. എനിക്ക് വീട്ടിൽ നിന്നാ മതി അങ്ങനെ തോന്നുമായിരുന്നു. വല്യേട്ടൻ. അതെ അതെ, അങ്ങനെയാ കൂടുതൽ പേരും ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഒരു സ്ഥലത്ത് നാടകത്തിന്റെ അവിടെ പോലും, നാടകം അത്യാവശ്യം പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അവിടെ പോലും എന്റെ വീട്ടിലുള്ള അത്ര സ്വാതന്ത്ര്യം അല്ല അവിടെ പോലും ഉള്ളത്. അവിടെ പോലും ചില കാര്യങ്ങളിൽ പല റെസ്ട്രിക്ഷൻ, എല്ലാ വ്യക്തികളും അല്ല കേട്ടോ. പക്ഷെ അതൊരു ഗ്രൂപ്പ് ആൾക്കാരായതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ആട്ടം സിനിമ കണ്ടാൽ മനസ്സിലാവും. ചില ആൾക്കാർ അങ്ങനെയും ചില ആൾക്കാർ ഓപ്പണും ഒക്കെയാണ് എപ്പോഴും. അപ്പൊ നമ്മൾ അതിനകത്തൊരു സ്ട്രഗിൾ ഉണ്ടാവും. അപ്പൊ അവിടെ പോലും എനിക്ക് എന്റെ വീടായിരുന്നു എപ്പോഴും ഏറ്റവും അടിപൊളി സ്ഥലമായിട്ടുണ്ടായിരുന്നത്. കനി കുസൃതി എന്ന പേര് കേൾക്കുമ്പോൾ ഇന്ന് മലയാളികൾ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയാണ് കനിയുടെ പേര്. ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കനിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടിക്കുള്ള അവാർഡും മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള അവാർഡും നേടിയിട്ടുണ്ട്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ഗേൾസ് വിൽ ബി ഗേൾസ് എന്നീ സ്വതന്ത്ര ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തന്റെ അച്ഛനെ പേര് വിളിക്കുന്നു, മൈത്രേയൻ എന്ന് വിളിക്കുന്നു, അമ്മയെ ചേച്ചി എന്ന് വിളിക്കുന്ന കനി കുസൃതിയുടെ രീതി പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഒരു സമയത്ത് കനി കുസൃതി വളരെയേറെ തങ്ങളുടെ ഫോട്ടോഷൂട്ടിലൂടെയും ടോപ്ലെസ് ചിത്രങ്ങളിലൂടെയും ഒക്കെ വളരെ വലിയ ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ബിരിയാണി എന്ന ചിത്രത്തിലെ താരത്തിന്റെ അഭിനയം വളരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തിരുവനന്തപുരത്താണ് കനി ജനിച്ചത്. സാമൂഹിക പ്രവർത്തകയും യുക്തിവാദിയുമായ മാതാപിതാക്കളായ ജയശ്രീ എക്കെയുടെയും മൈത്രേയന്റെയും മകളാണ് കനി. ഇന്ത്യയിലെ കുടുംബ പേരുകൾക്കൊപ്പം വരുന്ന സാമൂഹിക ശ്രേണി ഇല്ലാതാക്കാൻ അവളുടെ മാതാപിതാക്കൾ കുടുംബ പേരുകൾ ഉപേക്ഷിക്കുകയായിരുന്നു. പലപ്പോഴും തന്റെ ജീവിതത്തെപ്പറ്റി തന്റെ അച്ഛനെയും അമ്മയെയും പറ്റിയാണെങ്കിലും തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് കനി കുസൃതി. ഒരു ഇന്ത്യൻ നടിയും മോഡലും കൂടിയാണ് കനി. തന്റെ അച്ഛനും അമ്മയും തന്നോട് എപ്പോഴും ഒരു കൂട്ടുകാരിയോട് എന്ന പോലെയാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് കനി പറയാറുണ്ട്. ഒരു മകൾ എന്നൊരു ലിമിറ്റേഷൻസ് ഒന്നും അവർ വെച്ചിട്ടില്ല. താൻ ഗർഭിണിയാണെന്നൊക്കെ തന്റെ 20ാമത്തെ വയസ്സുകളിലൊക്കെ തനിക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് കനി പറയുന്നത്. പലപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പീരീഡ്സിന്റെ ഡേറ്റ് തെറ്റുമ്പോൾ താൻ ഗർഭിണിയാണെന്ന് തോന്നും. അത് അമ്മയോട് പറയാറുമുണ്ട്. അത്തരത്തിൽ രസകരമായൊരു അനുഭവം കനി പറയുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് തൈറോയിഡിന്റെയും യൂട്രസിന്റെയും ഒക്കെ സർജറി കഴിഞ്ഞു കിടക്കുന്ന ഒരു സമയത്തും തനിക്ക് ഇങ്ങനെയൊരു തോന്നലുണ്ടായി. അങ്ങനെ പാതിരാത്രി അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നുണ്ടെന്ന്. എന്നാൽ ആ സമയത്ത് തനിക്ക് ബോയ് ഫ്രണ്ട് പോലും ഇല്ല എന്നും കനി പറയുന്നുണ്ട്. ആ സമയത്ത് ഏറ്റവും എല്ലാ കാര്യങ്ങളും നൈസായി എടുക്കുന്ന ഒരാളാണ് കനിയുടെ അമ്മ. അമ്മ പറഞ്ഞത് കുഴപ്പമില്ല, നമുക്ക് അബോർട്ട് ചെയ്യാം എന്നാണ്. ആ ശബ്ദം വരാത്ത അവസ്ഥയിലും അമ്മ നൈസായി ആ ഒരു കാര്യം നിസ്സാരമായി അമ്മ പറഞ്ഞു. അത്രയും നിസ്സാരമായി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് തൻ്റെ അമ്മ എന്നാണ് കനി പറയുന്നത്. ഈ അമ്മയായിട്ടുള്ള കണക്ഷൻ ആ ഒരു ഇൻ ബിറ്റ്വീൻ ആണ് വന്നത്. അച്ഛന്റെ കുട്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ വലിയ വ്യക്തികളായി മുതിർന്നു കഴിയുമ്പോഴാണ് നമ്മൾ അമ്മയായിട്ടുള്ള കണക്ഷൻ വരുന്നത്. അത് നമ്മൾ പറഞ്ഞു നിർത്തിയ വിഷയമാണ്. എപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ് എങ്ങനെയാണ്? കുട്ടിക്കാലത്തെ ഉണ്ട് എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ എന്നും കണ്ടില്ലെങ്കിൽ വിഷം വരില്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊന്നും കുറച്ചൊരു 10-24 എനിക്കിങ്ങനെ ഒരു കാരണവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പേടിയൊക്കെ വരും. ഇങ്ങനെ പെട്ടെന്ന് ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ എൻ്റെ അമ്മ, അതിന് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പൊ ഒരു ബന്ധവുമില്ല, എന്തായാലും പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഫീലിംഗ് പ്രഗ്നന്റ് അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് 22 വയസ്സിൽ എപ്പോഴും വെറുതെ ഒക്കെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പൊ എന്റെ അമ്മ ഇതൊക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു അമ്മയാണ്. ഭയങ്കര ഒരു അടിപൊളി അമ്മയാണ് ആ രീതിയിൽ. ഒരിക്കൽ ആൾക്ക് തൈറോയിഡും യൂട്രസിന്റെയും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, അത് 8-9 ഒരുമിച്ചായിരുന്നു ഓപ്പറേഷൻ. 8 to 9 hours ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ കിടക്കുക, മിണ്ടാമൂല വേറെ കിടക്കുക. അപ്പോൾ അതിനകത്തേക്ക് എനിക്ക് ഇങ്ങനെ എപ്പോഴും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. വെറുതെ എന്ന് വെച്ചാൽ പീരിയഡ്സ് എങ്ങാനും ഒരു ദിവസം അരമണിക്കൂറൊക്കെ ലേറ്റ് ആയി തന്നെ എനിക്ക് തുടങ്ങും. അപ്പോൾ എന്നോട് അമ്മ ചോദിച്ചു, എനിക്കിപ്പോൾ അതിന് ബോയ് ഫ്രണ്ടോ എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? ആരും ഇല്ല എനിക്കന്ന്. ഞാൻ പറഞ്ഞു, പക്ഷേ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ വർഷം നിൽക്കുള്ളത്. അപ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന അമ്മ, ഞാൻ ഹലോ എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നന്റ് ആണ് എന്നൊക്കെ ഈ രാത്രി 2 മണിക്കൊക്കെ ഈ ശബ്ദം പോലും കുഴപ്പമില്ല, അബോർട്ട് ചെയ്യാം. അത്രയും സിമ്പിൾ ആയിട്ടാണ്.
എന്റെ അമ്മ അങ്ങനെ ഒരു എന്താ പറയാ, ഞാൻ ഇനി അതല്ലാതെ വേറെ ഒക്കെ ഉണ്ട്. തലയുടെ ഇവിടെ ഒരു വേദന ഉണ്ട്, എനിക്ക് എന്തോ ആ അസുഖം, എനിക്കിങ്ങനെ അസുഖങ്ങൾ, പ്രഗ്നൻസി, മറ്റേ അസുഖം, ഹൈപ്പോകോൺട്രിയ കുറച്ച് ഭയങ്കരമായിട്ടില്ലെങ്കിലും ഉണ്ട്. അല്ല ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് എന്റെ അമ്മയുടെ അഭിപ്രായത്തിൽ എനിക്കുണ്ട്. പക്ഷെ വേറെ ആൾക്കാരെ അമ്മയുടെ അടുത്താണ് കൂടുതൽ അത് പുറത്ത് കാണിക്കുന്നത്. എല്ലാം അമ്മയും മൈത്രനെയും എന്റെ കൂട്ടരൊക്കെ വിളിക്കും ഞാൻ. എന്റെ ഡോക്ടേഴ്സ് എല്ലാരും വിളിക്കും, ഇങ്ങനെ കേട്ടോ, അതെന്താ ഇതെന്താ, അത് എനിക്കുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു 20 വയസ്സിൽ ഞാൻ പറയില്ല, ഉള്ളിൽ വെച്ചോളൂ. അങ്ങനെ എനിക്കൊന്നും അത് വലുതായപ്പോ ചേച്ചിയോടൊക്കെ പറയാന്നുള്ളപ്പോ ഞാൻ പറയുമ്പോ നീ എന്താ ഇങ്ങനെ അങ്ങനെ ചേച്ചി അത് ഇങ്ങനെ എന്ത് പറയുമ്പോഴും വളരെ ലൈറ്റ് ആണ്. ആ ഒരു ലൈറ്റ്നെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ചേച്ചി ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ് പക്ഷെ ലൈറ്റ് ആണ്. ഈ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, കനിയുടെ കോൺസെപ്റ്റ് ഓഫ് ഫാമിലി എന്താണ്? എനിക്ക് ഫാമിലി എനിക്ക് അറിയണ്ട, ഈ കൺവെൻഷണൽ ഇതല്ല, പക്ഷെ എനിക്ക് ഫാമിലി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫീലിംഗ് ആണ്, അതെനിക്ക് ഇഷ്ടമാണ്. അതെന്ന് പറയുമ്പോൾ നമ്മള് ജനിച്ചോണ്ട് മാത്രം ഉണ്ടായ ഒരു കാര്യമായിട്ടല്ല ഞാൻ വിചാരിക്കണേ. ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ ജനിച്ച എൻ്റെ അച്ഛനും അമ്മയും ചേർന്നതാണ് എൻ്റെ ഫാമിലി. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയാണെങ്കിൽ അവരാണ് എൻ്റെ ഫാമിലി. അങ്ങനെയല്ല ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് മനസ്സിലായത്, നമ്മൾ വളർന്നു വലുതാകുമ്പോൾ നമ്മളൊരു ഫാമിലിയെ കണ്ടുപിടിക്കും. ചിലത് കൂട്ടുകാരായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് നമ്മുടെ ഓൾഡ് ബോയ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, അറിയില്ല. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അച്ഛൻ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ചിറ്റപ്പനായിരിക്കാം, അറിയില്ല. നമ്മളിങ്ങനെ വളരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പറ്റിയ കിൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കും. നമ്മളെ പോലെ ചിന്തിക്കുന്ന മാത്രമല്ല, നമ്മുടെ ചിന്ത കൂടുതൽ മുമ്പോട്ടാക്കാൻ കഴിവുള്ള, ഈ ആൾ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ ഇതിനേക്കാൾ രസമായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഐ എം ഗ്രോയിങ് വിത്ത് ദം ആൻഡ് ഐ ഫീൽ സെക്യൂർ ആൻഡ് അവരെനിക്ക് ഭയങ്കര കെയർ ചെയ്യും, ഞാനും അവരെ കെയർ ചെയ്യും. ഇതൊക്കെ തോന്നുന്ന, നമ്മൾ കണ്ടെത്തുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മയും തന്നെ ആയിരിക്കാം അത്, ചിലപ്പോൾ നമ്മുടെ അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരൊന്നും അല്ല, വേറെ പുറത്തുള്ള ആൾക്കാരായിരിക്കാം. ആ ആൾക്കാർ ചേരുന്നതാണ് ഫാമിലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫാമിലി എന്നുള്ളൊരു ഫീല് കിട്ടുക എന്നുള്ളതാണ്. അതപ്പോൾ ചിലപ്പോൾ നമുക്ക് അവരോട്ടൊക്കെ ജീവിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ നമ്മൾക്ക് അവര് എന്തായാലും നമുക്ക് അവര് ഒരാവശ്യമുള്ളപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമ്മളവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അവരുണ്ട്. അതിൽ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഭയങ്കര ക്ലിയർ അങ്ങനെ അല്ലാത്ത, എന്നാ ബൗണ്ടറീസ് ഉണ്ട്, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യും. അല്ലാണ്ട് ഇപ്പോൾ കൺവെൻഷണൽ ഇവിടുത്തെ ഫാമിലികൾ പലപ്പോഴും ബൗണ്ടറി ഇല്ല, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ പോയി ഇടപെടും ഭയങ്കരമായിട്ട്. വേറൊരാളുടെ ഇനി ഈ വീട്ടിൽ താമസിക്കുകയാണെന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ജീവിച്ചാൽ മതി, അങ്ങനെയൊക്കെ എത്തും. അങ്ങനെ അല്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാ കെയർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന, അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഫാമിലി. അത് ചിലപ്പോൾ ജനിച്ച അച്ഛനോ അമ്മയോ അനിയത്തൊക്കെ തന്നെ ആവാം. അങ്ങനെയുള്ള ഫാമിലികളെ ഞാൻ കണ്ടിട്ടുണ്ട്.